പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ദേശത്ത് ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ ദൈവമക്കളെ നമുക്ക് വിശ്വസിക്കാം, ഞാൻ യഹോവയുടെ നന്മ കാണും. സങ്കീർത്തനം 27 ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ദൈവമക്കളെ, നമുക്ക് വിശ്വസിക്കാം, നാം നന്മ കാണും. വി വിൽ സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്. നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ഒക്കെ നമുക്കറിയാമെങ്കിൽ നാം നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യും, നമ്മെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. അല്ലാതെ ചുറ്റും നടക്കുന്ന എല്ലാ സംഗതികളിലും, ചുറ്റും കേൾക്കുന്ന എല്ലാ സംഗതികളിലും നമ്മൾ നിമഗ്നരായിത്തീരേണ്ട കാര്യമില്ല. വി നീഡ് ടു ഫൈറ്റ് ഫോർ അവർ ഫോക്കസ്. നമ്മുടെ കറൻറ്റ് സർക്കംസ്റ്റൻസസ് എന്താണെങ്കിലും നമ്മുടെ റെസ്പോൺസ് ദൈവവചനപ്രകാരം ഉള്ളതായിരിക്കണം. നമ്മൾ ഭയപ്പെടുന്നവരാണോ അതോ നാം വിശ്വാസമുള്ളവരാണോ എന്നുള്ളതൊക്കെ നമ്മുടെ റെസ്പോൺസിൽ നിന്ന് തിരിച്ചറിയാം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 27:1, Psalm 27:1. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. നമ്മൾ ദാവീദിനെ നോക്കുമ്പോൾ ദാവീദ് എപ്പോഴും തൻ്റെ ഭയത്തെ റിബ്യൂക്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന വ്യക്തിയല്ല. യാക്കോബ് എപ്പോഴും എനിക്ക് ഭയമുണ്ടേ അത് മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുമല്ല. പക്ഷെങ്കിൽ 4-ാം വാക്യത്തിൽ ദാവീദിൻ്റെ ഫോക്കസ് എന്തുവാണെന്ന് താൻ വ്യക്തമായി പറയുന്നുണ്ട്. സങ്കീർത്തനം 27:4 വാക്യം, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഈ വാക്കുകൾ എത്ര ധൈര്യത്തോടു കൂടിയുള്ളതാ അല്ലേ? ദാവീദ് ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. തൻ്റെ ചുറ്റും എന്തു വന്നാലും യേശു കർത്താവിൽ താൻ നിർഭയത കണ്ടെത്തിയിരുന്നു. തൻ്റെ അറ്റൻഷൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലേക്കും ദൈവത്തിൻ്റെ നന്മയിലേക്കും താൻ എപ്പോഴും തിരിച്ചു വിട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ മനോഹരമായ ചില സംഗതികൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. സങ്കീർത്തനം 27:6 വാക്യം ഇപ്പോൾ ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ ഞാൻ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഷൗട്ട്സ് ഓഫ് ജോയും പാട്ടും മ്യൂസിക്കും എല്ലാമാണ് ദാവീദിന് കൊടുക്കാനുള്ളത്. അതായത് നമുക്കിങ്ങനെ പറയാം, ഡേവിഡ് begins to worship. He began to worship in the midst of his battle because worship is an inevitable response to focusing on God. ദൈവമക്കളെ, worship opens heaven. നാം ആരാധിക്കുമ്പോൾ സ്വർഗം തുറക്കും. സ്വർഗം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിനോടും ദൈവത്തിൻ്റെ ഇൻറ്റൻഷനോടുമൊക്കെ നമുക്കൊരു ആക്സസ് കിട്ടും. അതാണ് നാം 13-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ദാവീദ് പറയുന്നു, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ആരാധനയിൽ കൂടി ദാവീദ് കണ്ടെത്തിയത് എന്താണെന്നറിയാമോ? എത്ര ഡിസ്ഹാർട്ടനിങ് ആയിട്ടുള്ള സീസൺ വന്നാലും അതിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവത്തിന് എന്നെ ഉയർത്താൻ, എനിക്ക് നന്മ വരുവാൻ തക്കവണ്ണമുള്ള ഒരു നല്ല ഭാവി എനിക്ക് വരുവാൻ തക്കവണ്ണമുള്ള ഒരു പ്ലാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ്.
യെരമ്യാവ് 29:11 അങ്ങനെയാണല്ലോ പറയുന്നത്. എന്നെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, ദൈവം എന്നെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് കേൾക്കുന്നതും കാണുന്നതും ഒന്നും കണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഭയപ്പെട്ട് പോകരുതേ. ദൈവത്തിൽ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യപ്പെടുവാനുള്ള സകലതും അവൻ നമുക്ക് തരും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 38-42 ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ അവൻ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ളൊരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലുമെന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയും ഇല്ല. പ്രൈസ് ഗോഡ്. മാർത്ത ഒരു ഹൈ പെർഫോമിംഗ് ടൈപ്പ് എ പേഴ്സണാലിറ്റിയാണ്. സംഗതിയൊക്കെ ചെയ്തെടുക്കണമെന്ന് അവൾക്ക് വലിയ നിർബന്ധമാണ്. തന്നെയുമല്ല, അവളുടെ മനസ്സിൽ ഒരു പിക്ചറുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ പോകണമെന്ന് അവൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവളങ്ങ് ഹാർഡ് വർക്ക് ചെയ്യുക. അവളുടെ പ്ലാനൊക്കെ സംഭവിക്കാൻ വേണ്ടി അവളങ്ങ് ഹാർഡ് വർക്ക് ചെയ്യുക. പക്ഷേ എല്ലാം കൂടെ അവൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കിന് ആരെയെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്താൻ, ബ്ലെയിം ചെയ്യാൻ ആരെയെങ്കിലും ഒന്ന് നോക്കും, അല്ലേ? എന്നിട്ട് അതുകൊണ്ട് തന്നെ മേരി കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിക്കുന്ന കണ്ടപ്പോൾ, മറിയ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിക്കുന്ന കണ്ടപ്പോൾ അവൾ ചെന്നിട്ട് പറയുന്നത്, നിങ്ങൾക്കൊരു വിചാരം ഇല്ലയോ എന്ന്. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമുക്കും തോന്നാറില്ലേ നമ്മെപ്പറ്റി ആർക്കും ഒരു വിചാരമില്ല എന്ന്, നമ്മളുടെ കഷ്ടപ്പാട് കാണാൻ ആരും ഇല്ല എന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, ഒരിക്കലും നാം മാർത്തയെപ്പോലെ ആകരുത്. മാർത്തയെപ്പോലെ ആയാൽ നമുക്ക് വറിയടിക്കുവാനായിട്ട് മാത്രമേ സമയം കാണത്തുള്ളൂ. നമുക്ക് അപ്സെറ്റ് ആകാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. ജീവിതത്തിൻ്റെ ഗതി കണ്ടിട്ട് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ, നമ്മെ ആരും കരുതുന്നില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ, നാം എപ്പോഴും ഡിസ്ട്രാക്റ്റഡായിട്ട് ഇരിപ്പാനേ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നടക്കുന്ന മനോഹരമായ ചില സംഗതികളുടെ ബ്യൂട്ടി ഒന്ന് എംബ്രേസ് ചെയ്യുവാൻ നമുക്ക് കഴിയാതെ പോകും. അതും അവിടെ യേശു കർത്താവ് പഠിപ്പിക്കുക, തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുക, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം യേശു കർത്താവ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് കേട്ടിട്ട് അതിൻ്റെ ബ്യൂട്ടി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റാതെ മാർത്തയ്ക്ക് ആയിപ്പോവുക. ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ, വറി എന്ന് പറയുന്ന വാക്ക്, അത് 16-ാം നൂറ്റാണ്ടിലെ ഒരു ജർമ്മൻ വേർഡുണ്ട്. അതിങ്ങനെ പറയുന്ന വൈർഗാൻ, WYRGA. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്ട്രാങ്കിൾ എന്നാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഓവർടേൺ, അപ്സെറ്റ്, അങ്ങനെയൊക്കെയുള്ള വാക്കുണ്ട്. നമ്മുടെ ജീവിതം നൗക നേരെ മറിയാതെ, ഓവർടേൺ ചെയ്യാതെ നേരെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ഫോക്കസ് മാറിയേ പറ്റത്തുള്ളൂ. നമ്മൾ ലോഡൊന്ന് കുറയ്ക്കണം. അല്ലെങ്കിൽ ഓവർബോർഡിൽ ത്രോ ചെയ്ത് എറിയാനായിട്ടുള്ള ചില സംഗതികൾ കാണണം. എങ്കിൽ മാത്രമേ ജീവിതനാവുക നേരെ നിൽക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. യേശു കർത്താവിൻ്റെ പാദപീഠേ ഇരിക്കുന്നത്, ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് ലിസണിങ്, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ബലം പകരുന്നതാണ്. അതുകൊണ്ട് ജീസസ് ഈസ് ആസ്കിങ് മാർത്ത ടു ചൂസ് ടു എംപ്റ്റി ഹെർസെൽഫ് ഓഫ് ഹർ പാസ്റ്റ് അംബിഷൻസ്.
വെറുതെ ഇരുന്ന് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സെൽഫിനെ ഒന്ന് എംപ്റ്റി ചെയ്യണം. പക്ഷെ നമ്മൾ പറയൂ എനിക്കൊട്ട് സമയമില്ലേ അങ്ങനെ ഇരിക്കാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് പോയാൽ മനസ്സിലാക്കണമേ, നമ്മൾ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. വലിച്ചെറിയേണ്ട ചിലതെല്ലാം വലിച്ചെറിയണം. എംപ്റ്റി ചെയ്യേണ്ടതൊക്കെ നാം എംപ്റ്റി ചെയ്തിട്ട് ദൈവത്തിൻ്റെ പാദപീഠങ്ങൾ ജസ്റ്റ് സിറ്റ് ആൻഡ് ലിസൺ. അത് മാർത്തയ്ക്ക് കഴിയാഞ്ഞതുകൊണ്ടാണ്. യേശു കർത്താവ് അവളുടെ വീട്ടിലുണ്ടായിരുന്നു, എന്നിട്ട് പോലും മാർത്തയ്ക്ക് അത് കഴിയാഞ്ഞുകൊണ്ടാണ് അവൾ ഡിസ്ട്രാക്റ്റഡായി പോയത്. അതുകൊണ്ട് ദൈവമക്കളെ ഒന്ന് സറണ്ടർ ചെയ്യുക. മറിയ അവളുടെ നല്ല അംശം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ പ്രയോറിറ്റീസൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് തിരഞ്ഞെടുക്കേണ്ട നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ബാക്കിയെല്ലാം ജീവിതനൗകയിൽ നിന്ന് വലിച്ച് പുറത്തോട്ട് നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, കുഴഞ്ഞു പോകാൻ നീ ഞങ്ങളെ സമ്മതിക്കുന്ന ദൈവമല്ല. ഞങ്ങൾ കലങ്ങിപ്പോകുവാനും പരാതിക്കാരായി തീരുവാനും സ്വർഗത്തിലെ ദൈവം ഇഷ്ടപ്പെടുന്നില്ലല്ലോ. മറിയെപ്പോലെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ജസ്റ്റ് സിറ്റ് ആൻഡ് ലിസൺ, ഇരുന്നൊന്ന് ശ്രദ്ധിപ്പാൻ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ച് ഞങ്ങളുടെ ഈ മരുഭൂയാത്രയിൽ ഞങ്ങളുടെ ജീവിത നൗക മറിയാതെ അന്ത്യം വരെ കൊണ്ടുപോകാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ്.